എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ZZ പ്ലാന്റിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. ZZ പ്ലാന്റിന്റെ ലീഫ് പ്രൊപ്പഗേഷൻ, അതായത് ഇതിന്റെ ലീഫ് എടുത്തിട്ട് ലീഫിൽ നിന്നും പുതിയ പ്ലാന്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേഷനിലൂടെ ലീഫ് കുത്തിവെച്ചിട്ടുണ്ടായ പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നുള്ള പെട്ടെന്ന് കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഞാൻ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ലീഫ് കുത്തിവെച്ചിട്ട് റൂട്ട് വന്നു, ബൾബ് വന്നാലാണ് ബൾബും ഈ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് റീപോർട്ട് ചെയ്യേണ്ട ടൈം ആയി. വേണമെന്നുണ്ടെങ്കിൽ റീപോർട്ട് ചെയ്യാം. എപ്പോഴും ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആദ്യം തന്നെ ചെറിയ പോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇതിന്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, സാധാ മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ്. പറ്റുമെങ്കിൽ മണ്ണിന്റെ വീട്ടിനകത്ത് വെക്കുന്ന പോട്ടൊക്കെ ആണെങ്കിൽ മണ്ണിന്റെ അളവ് കുറച്ച് വെക്കുന്നതായിരിക്കും നന്നാവാം. എന്താണെന്ന് വെച്ചാൽ ഇത് വെയിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇതിന് ചെയ്യാം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ അല്ല എടുത്തു വെക്കാനൊക്കെ എളുപ്പമാണ്. അധികം വെയിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോട്ട് വെക്കുമ്പം വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമുള്ള പോട്ട് എന്തായാലും വാങ്ങിക്കണം എന്നുള്ളത്. മോയ്സ്ചർ അധികം നിലനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ റൂട്ട് വന്ന പ്ലാന്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ പോട്ട് ചെയ്തിട്ട് അത് നീറ്റാക്കി വെക്കാന്നുള്ള. വീട്ടിനകത്തൊക്കെ ഇതുപോലെ, അതായത് കിച്ചണിന്റെ ഭാഗത്തൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപോലത്തെ പോട്ടിൽ, അതായത് ഇതുപോലെ ഒരുപോലത്തെ പോട്ടിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് കിച്ചണിന്റെ സൈഡിൽ ജനലിന്റെ പരിസരത്തൊക്കെ ആണെങ്കിൽ നന്നാവും എന്നാണ് അഭിപ്രായം. എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.